Hi kids, Assalamu alaikum. This is Ramshida Shahir. Welcome to Solve and Solutions in Maths. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിലെ രണ്ട് പ്രിൻസിപ്പിൾസ് പഠിച്ചിരുന്നു. രണ്ട് പ്രിൻസിപ്പിളുകൾ ഏതൊക്കെയായിരുന്നു? രണ്ട് പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് നമ്മൾ പഠിച്ച പ്രിൻസിപ്പിള്, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ അവയുടെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അല്ലെ? എന്താണ് പഠിച്ചത്? രണ്ട് ട്രയാങ്കിളുകൾ കൺസിഡർ ചെയ്യാം. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് അതിലെ ഫസ്റ്റ് എ ബി സി പി ക്യു ആർ ആണെങ്കിൽ എ ബി ഇസ് ഈക്വൽ ടു പി ക്യു എന്നും എ സി ഈക്വൽ ടു ക്യു ആർ എന്നും ബി സി ഈക്വൽ ടു പി ക്യു എന്നും ആണെങ്കിൽ അവയുടെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുവഴി ഈ രണ്ട് ട്രയാങ്കിളുകളും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ എന്താണ് പഠിച്ചത്? രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുവഴി ഇവരെന്തായിരിക്കും? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഓർമ്മയില്ലേ? രണ്ട് സൈഡ്സ്, അതായത് രണ്ട് ട്രയാങ്കിളുകളെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവയുടെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ കൺസിഡർ ചെയ്യാം. ഈ ഒരു സൈഡും ഈ ഒരു സൈഡുമാണ് ഈക്വൽ എന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു സൈഡാണ് രണ്ടാമത്തെ സൈഡ് ഈക്വൽ എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷനും ഉണ്ട്, രണ്ട് സൈഡ്സും ഒരു ആംഗിളും. അല്ലെ? ആ ആംഗിൾ എവിടെയായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞേ? നമ്മൾ ഏത് രണ്ട് സൈഡാണോ ഈക്വൽ എന്ന് പറഞ്ഞത് അവ രണ്ടും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കണം. അതായത് ഈ ആംഗിൾ ആയിരിക്കണം. ഇവിടെയാണെങ്കിൽ ഈ ആംഗിൾ ആയിരിക്കണം. അതും ഈക്വൽ ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസും എന്തായിരിക്കും? ബാക്കിയുള്ള രണ്ട് ആംഗിൾസും സൈഡും ഈക്വൽ ആയിരിക്കും. അതുവഴി രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഇനി നമ്മൾ മൂന്നാമത്തെ കണ്ടീഷൻ, മൂന്നാമത്തെ പ്രിൻസിപ്പിളിലേക്ക് പോവാണ്. മൂന്നാമത്തെ പ്രിൻസിപ്പിളിൽ എന്താ പറയുന്നത് വെച്ചാല് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് എന്ന് പറയുന്നു. വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് എന്താണ്? ഒരു സൈഡും രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ, രണ്ട് ട്രയാങ്കിൾസിന്റെയും ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾസും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കണം. നോക്കാം നമുക്ക് എങ്ങനെയാണ് ആ പറയുന്നത് എന്ന്. രണ്ട് ട്രയാങ്കിൾസ് ആദ്യം കൺസിഡർ ചെയ്യാം. ഓക്കെ, ദിസ് ഫസ്റ്റ് ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നെയിം ചെയ്യാം നമുക്ക്. പി ക്യു ആർ എ ബി സി എന്ന് നെയിം ചെയ്യുന്നു. ഇനി പറയുന്നത് എന്താ? ഒരു സൈഡ് രണ്ട് ആംഗിൾസ്. നമുക്ക് ഇതിലൊരു സൈഡിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ സൈഡ് ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ 5 സെന്റിമീറ്റർ. അപ്പൊ എന്തായി? വൺ സൈഡ് രണ്ട് ട്രയാങ്കിളിന്റെയും സെയിം ആയിട്ടുണ്ട്, അല്ലെ? ഈക്വൽ ആയിട്ടുണ്ട്. ഇനി എന്താ പറയണ്ടേ? രണ്ട് ആംഗിൾസ്. ആ ആംഗിൾസ് എവിടെയാ കൊടുക്കേണ്ടത് എന്നാ പറയണത്? ഏത് സൈഡാണോ നമ്മൾ ഈക്വൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അവയുടെ രണ്ട് എൻഡിൽ വരണം. അതായത് ഈ പി ക്യു എന്ന് പറയുന്ന സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ പി ക്യു എന്ന് പറയുന്ന സൈഡിന്റെ എൻഡിലുള്ള ആംഗിൾസ് ആയിരിക്കണം. അല്ലാതെ ഈ ആംഗിൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്താവുകയുള്ളൂ? ബാക്കിയുള്ള രണ്ട് സൈഡ്സും ഒരു ആംഗിളും എന്തായിട്ട് വരുള്ളൂ? ഈക്വൽ ആവുള്ളൂ. അതുവഴി എന്താണ്? ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആവും. ഈ 3 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് മൂന്നാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്? ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ ഈക്വൽ to one side of another triangle and the angles at its ends. ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡും അവയുടെ രണ്ടറ്റത്തായി വരുന്ന ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും അവയുടെ രണ്ടറ്റത്തായി വരുന്ന ആംഗിൾസിന് ഈക്വൽ ആണെങ്കിൽ the third angles are also equal and the sides opposite equal angles are equal. എന്താ പറഞ്ഞിരിക്കണേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും അതുപോലെ തന്നെ തന്നിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള സൈഡ്സ്, തന്നിട്ടുള്ള ആംഗിൾ ഇതും ആവുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇതുമായിട്ട് വരും, അല്ലെ? അതും ഈക്വൽ ആയിരിക്കും. അതായത്
ഒരു സൈഡും അവയുടെ അറ്റത്തായിട്ട് രണ്ട് ആംഗിളും വന്നിട്ട് അത് മറ്റൊരു ട്രയാംഗിളിന് ഈക്വൽ ആയിട്ട് ഇതുപോലെ തന്നെ വരുവാണെങ്കിൽ ബാക്കിയുള്ള ആംഗിളും രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അങ്ങനെ 3 കണ്ടീഷൻസ് ആണ്, 3 പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അതായത് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് നമ്മളോടൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ നമ്മൾ പാരലലോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എന്താണ് പാരലലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് പാരലലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പാരലലോഗ്രാമിന്റെ ഒരു കണ്ടീഷൻ? ഇത് പാരലലോഗ്രാം ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്തായിരിക്കണം? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം അല്ലെ. എ ബി സി ഡി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ബി സി ഇസ് ഈക്വൽ ടു എ ഡി ആയിരിക്കണം അല്ലെ. അതുപോലെ തന്നെ ആയിരിക്കണം, എന്തുമായിരിക്കണം? ബി സി പാരലൽ ടു എ ഡി ആയിരിക്കണം ആണല്ലോ. അതുപോലെ മറ്റൊരു രണ്ട് സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ എ ബി ഈക്വൽ ടു ഡി സി ആയിരിക്കണം, എ ബി പാരലൽ ടു ഡി സി ആയിരിക്കണം. ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇനി നമുക്ക് ഈ ഒരു പാരലലോഗ്രാമിലെ ഡയഗണലിൽ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് ഡയഗണല് എന്ന് പറയുമ്പോൾ? എന്താണ് ഡയഗണല്? ഓപ്പോസിറ്റ് ആംഗിൾസിനെ തമ്മിൽ ജോയിൻ ചെയ്യുക അല്ലെ. ദേ ഇവിടെ ഇപ്പോ ഇതാണ് ഒരു ഡയഗണല്, ഇതാണ് മറ്റൊരു ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാവുമ്പോ നമ്മളോട് ഇതിലൊരു കണ്ടീഷൻ കൂടി പറയുന്നു. എന്താണ്? ഇൻ എനി പാരലലോഗ്രാം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബോത്ത്. അതായത് എപ്പോഴാണോ ഒരു പാരലലോഗ്രാം ആവുമ്പോൾ പാരലലോഗ്രാമിലെ ആംഗിൾസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്ത് വരുമ്പോൾ, അതായത് ഡയഗണൽസ് വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇനി അവിടെ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇവ തമ്മിൽ എന്ത് ചെയ്യും എന്നാ പറയണത്? ബൈസെക്ട്, അതായത് കട്ട് ചെയ്ത് പോകും. അതായത് രണ്ട് കഷ്ണമാക്കി മാറ്റുന്നുണ്ട് അല്ലെ. ഈ ഒരു എ സി എന്ന് പറയുന്ന ലൈനിലെ രണ്ട് കഷ്ണമാക്കി മാറ്റി, അതുപോലെ തന്നെ ബി ഡി എന്ന് പറയുന്ന ലൈനിനെയും രണ്ട് കഷ്ണമാക്കി മാറ്റിയിട്ടുണ്ട് ഓരോ ഡയഗണലും ഇല്ലേ. ഇനി നമ്മളോട് പറയുവാണ്, ഇതിനെ നമ്മൾ എം എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി ആൻഡ് ബി ഡി. അതായത് ബി ഡിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും എം, അതുപോലെ തന്നെ എ സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതൊരു ടോട്ടലി ഒരു 8 സെന്റിമീറ്റർ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇത് 4 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 4 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഇതൊരു 6 സെന്റിമീറ്റർ ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് 3 ആൻഡ് ദിസ് ഇസ് ഓൾസോ 3. ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻ എനി പാരലലോഗ്രാം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ബോത്ത്. രണ്ടിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. ക്ലിയർ? അതുവഴി എന്ത് നമുക്ക് പറയാം? ഇൻ എനി പാരലലോഗ്രാം ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. എന്താണ് ബൈസെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബൈ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? രണ്ട് സെക്ഷൻ ആക്കുക. ആ രണ്ട് സെക്ഷനും എങ്ങനെയായിരിക്കും എന്ന് പറയണേ? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ട് പോവാം. പേജ് നമ്പർ 21 പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം കൊടുത്തിരിക്കുന്നത്, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? താഴെ രണ്ട് പെയർസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പെയർ ഇതാണ് സെക്കൻഡ് പെയർ. ഓക്കെ, ഇതിലെ പെയർസ് ഏതൊക്കെയാണ് പെയറായിട്ട് മാച്ചിങ് പെയറായിട്ട് വരുന്ന സൈഡ്സ്, ആ കാര്യങ്ങൾ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. അവയുടെ പേര് എഴുതി കൊടുക്കണം. ഓക്കെ, അവയുടെ സൈഡ്സിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, ആംഗിൾസിന്റെ കേസ് പറഞ്ഞിട്ടില്ല. അപ്പൊ സൈഡ്സ് അല്ലെ, എങ്ങനെയാണ്? ആംഗിൾസ് കണ്ടുപിടിച്ചാലേ നമുക്ക് സൈഡ്സും കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ രണ്ട് ട്രയാംഗിൾസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രയാംഗിൾ എ ബി ഈക്വൽ ടു 6 സെന്റിമീറ്ററും ഇവിടെ ക്യു ആർ ഈക്വൽ ടു 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അവയുമായി ബന്ധപ്പെട്ട്, അതായത് ആ ഒരു ലൈനിന്റെ രണ്ട് എൻഡ്സിലും നമുക്ക് അവയുടെ ആംഗിൾസും തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തേർഡ് പ്രിൻസിപ്പിൾ തന്നെയല്ലേ, ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. എന്താണ് തേർഡ് പ്രിൻസിപ്പിൾ? എന്താ പറഞ്ഞിരിക്കണേ? ഒരു സൈഡും അവയുടെ എൻഡിൽ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾസും മറ്റൊരു ട്രയാംഗിളിലെയും കൂടിയിട്ട് ഈക്വൽ ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസും എന്തും ഈക്വൽ ആയിരിക്കും, രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ നമുക്കിത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഒരു ട്രയാംഗിളിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാ? 180. എന്താ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്? ട്രയാംഗിളിന്റെ 180 ആണ് അല്ലെ. അങ്ങനെ ആവുമ്പോ ഇവിടെ ഇപ്പൊ 50 + 70 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എത്ര കിട്ടും? 120. 180ൽ നിന്നും 120 കുറച്ചാൽ ബാക്കി നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി അല്ലെ? അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടിയേ. അതുപോലെ തന്നെ 60 ഡിഗ്രി ഇവിടെയും കിട്ടി. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ? പെയറിംഗ് ആയിട്ടുള്ള സൈഡ്സിനെ എഴുതി കൊടുക്കാൻ. ഒരു സൈഡ് ഓൾറെഡി തന്നിട്ടുള്ളതാണ് അല്ലേ? ഏതാ തന്നിട്ടുള്ളത്? AB is equal to ഏത് തന്നിട്ടുണ്ട്? QR തന്നിട്ടുണ്ട് അല്ലേ? ഇനി അടുത്ത സൈഡ് ഏതാ നമ്മൾ കൺസിഡർ ചെയ്യുക? എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാ? ഏത് ആംഗിൾ തന്നിട്ട് ആംഗിൾസ് ഈക്വൽ ആയതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും ഈക്വൽ അല്ലെ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ 50 ഡിഗ്രി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? BC അല്ലെ? ഇതല്ലേ 50 ഡിഗ്രി. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് BC ആണ്. ദാറ്റ് ഇസ് BC ഈക്വൽ ടു ഇവിടെ 50 ഡിഗ്രി എവിടെയാണ്? ആറിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് PQ. ഓക്കെ, ദെൻ ഇനി ഒരു സൈഡ് കൂടിയല്ലേ ഉള്ളൂ. ഏതാ സൈഡ്? 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത്. 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളത്. ഇനി 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് AC ഈക്വൽ ടു ഇവിടെ 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് PR. ഇതല്ലേ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കണേ? സൈഡ്സിന്റെ പെയർ ചെയ്തിട്ട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിൽ ഫിഗർ നോക്കൂ. ഒരു ചെറിയ വ്യത്യാസം നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യനുമായിട്ട് ഉണ്ട് അല്ലെ? എന്താ കാരണം? നമ്മളോട് ഒരു സൈഡും അവയ്ക്ക് രണ്ട് എൻഡിലുമുള്ള ആംഗിൾസും ഈക്വൽ ആവണം എന്നാ പറഞ്ഞിരിക്കണേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സൈഡ് ശരി ഓക്കെ 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് LN ഈക്വൽ ടു XY. ഇത് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ് അല്ലെ? ഇനി മറ്റ് രണ്ട് സൈഡ്സിന്റെ കേസ് കിട്ടണം. ഇവിടെ നോക്കൂ, ഒരു 30 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 80 ഡിഗ്രിയാണ്. ഇതിൽ നോക്കൂ, 30 ഡിഗ്രി ഓൾറെഡി ഓക്കെ, 70 ഡിഗ്രിയാ തന്നിരിക്കണേ അല്ലെ? കാരണം എന്താ? ഇവിടെ നോക്ക്, 8 സെന്റിമീറ്റർ നമ്മളോട് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? തന്നിട്ടുള്ള സൈഡിന്റെ രണ്ട് എൻഡിലുമുള്ള ആംഗിൾസ് ആവണം. ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് വേണ്ടത് അല്ലെ? ഇവിടെ പോയി നോക്കൂ, ഇവിടെ രണ്ട് സൈഡിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്, 30യും 70യും. ഇനി ആ 70 തന്നെയാണോ ഇവിടെ എന്നുള്ളത് സംശയമാണ് അല്ലെ? അതിന് നമുക്കറിയാം. സം ഓഫ് ആംഗിൾസ് പറഞ്ഞിട്ട് ട്രയാംഗിളിന്റെ കേസിൽ എത്രയാണ്? 180 ആണ്. 30 പ്ലസ് 80 എത്ര വരും? 110. 110 പ്ലസ് 70 അല്ലേ 180 വരുന്നത്? അപ്പൊ ഇവിടെ 70 തന്നെയല്ലേ? 70 ഡിഗ്രി. സ്വാഭാവികമായിട്ട് ഇവിടെ എത്ര വരും? 80 ഡിഗ്രി. ക്ലിയർ? ഇനി എഴുതിക്കൂടെ? ഓൾറെഡി തന്നത് നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലെ? ഇനി ബാക്കിയുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് കൺസിഡർ ചെയ്യാം. ഇവിടെ 8 സെന്റിമീറ്റർ കൺസിഡർ ചെയ്തിട്ടുള്ളത് 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാ. പിന്നെ നമുക്ക് 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ നോക്കാം. 70 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡിൽ LM ആണ്. LM ഈക്വൽ ടു 70 ഡിഗ്രി എവിടെയാ? ഇതിലാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? YZ അല്ലെ? അല്ലെങ്കിൽ ZY. ക്ലിയർ? നെക്സ്റ്റ് ഇനി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് MN അല്ലെ? MN ഈക്വൽ ടു ഇവിടെ 30 ഡിഗ്രി ഓപ്പോസിറ്റ് XZ. ഓക്കെ, ഇപ്പൊ സൈഡ്സ് ഒക്കെ പെയറിംഗ് ആയില്ലേ? കറക്റ്റ് ആയില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ ദ ഫിഗർ AP and BQ equal and parallel are lines drawn at the ends of the line AB. The point of intersection of PQ and AB is marked as M. എന്നിട്ട് അതിൽ 3 ക്വസ്റ്റ്യൻസും ഉണ്ട്. ഫസ്റ്റ് എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നോക്കാം അല്ലെ? ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫിഗർ. എന്താണ് ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്? AP and BQ equal and parallel are drawn at the ends of the line AB. AB എന്ന് പറയുന്ന ഒരു ലൈന് കാണുന്നില്ലേ? സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ, ഒരു ലൈൻ A to B. AB എന്ന് പറയുന്ന ലൈനിന്റെ എൻസിൽ വരുന്ന രണ്ട് ചെറിയ ലൈൻസ് കാണുന്നുണ്ട് അല്ലെ? എൻസിൽ നോക്കിയേ, AP എന്നും BQ എന്നും പറഞ്ഞ രണ്ട് ലൈൻസ് കാണുന്നില്ലേ? ആ രണ്ട് ലൈനും എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു? ഈക്വലുമാണ്, പാരലലുമാണ്. ഏതൊക്കെയാണ്? AP ഈക്വൽ ടു BQ, AP ഈക്വൽ ടു BQ ആൻഡ് AP പാരലൽ ടു BQ. ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി എന്താ നമ്മളോട് പറഞ്ഞിരിക്കണേ? ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് PQ ആൻഡ് AB ഈസ് മാർക്ക്ഡ് ആസ് M. എന്ത് പറഞ്ഞിരിക്കണു? ഈ AB യുടെയും
പി ക്യു എന്ന് പറയുന്ന ലൈനും ഉണ്ടല്ലോ ഇവിടെ, എ ബി എന്ന് പറയുന്ന ലൈനും ഉണ്ട്, പി ക്യു എന്ന് പറയുന്ന ലൈനും ഉണ്ട്. ഈ ലൈൻ തമ്മിൽ ഉള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അതായത് കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് എം എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നു. 3 ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്നു, ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ എം പി ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി എം ക്യു വൈ. എന്താ ചോദിച്ചിരിക്കുന്നത്? 2 കുഞ്ഞു ട്രയാങ്കിളുകൾ കാണുന്നില്ലേ? എ എം പി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ട്രയാങ്കിളും ബി എം ക്യു എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിളും കാണുന്നില്ലേ? ഉണ്ടല്ലേ. ഈ 2 ട്രയാങ്കിൾസിന്റെയും സൈഡ്സ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതിന് കാരണവുമാണ്. ഓക്കെ, ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്കറിയാവുന്ന 2 കാര്യം എന്ന് പറയുന്നത് എ പി ഈക്വൽ ടു ബി ക്യു, എ പി ഈക്വൽ ടു ബി പാരലൽ ടു ബി ക്യു. പിന്നെ ഒരു കാര്യം പറയുന്നത് എം എന്ന് പറയുന്നത് ഇവയുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്, കൂട്ടിമുട്ടുന്നിടത്തുള്ള പോയിന്റ് ആണ്. ഇത്രയും നമുക്ക് അറിയുള്ളൂ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. മുൻപ് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? 2 ട്രയാങ്കിൾസിന്റെയും സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കാം അല്ലെ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഓൾറെഡി തന്നിട്ടുള്ള കാര്യം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. അത് ഓൾറെഡി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ പി ഈക്വൽ ടു ബി ക്യു അല്ലെ. അപ്പൊ ഈക്വൽ ആവാൻ നമുക്ക് എന്ത് കിട്ടി? ഒരു സൈഡ്സിന്റെ ഈക്വൽ ആയിട്ടുള്ള കിട്ടി. ഇനി നമ്മൾ 3 പ്രിൻസിപ്പിൾസാ പഠിച്ചിരിക്കണേ അല്ലെ. 3 സൈഡും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു സൈഡും 2 ആംഗിളും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡും ഒരു ആംഗിളും അവ ഉണ്ടാക്കുന്ന ഒരു ആംഗിളും ഈക്വൽ ആണെങ്കിലും ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ എന്ത് വേണം? എത്തിപ്പെടണം അല്ലെ. നമ്മളിപ്പോ 3ാമത്തെ പ്രിൻസിപ്പിളിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് 3ാമത്തെ പ്രിൻസിപ്പിൾ ആവാൻ തന്നെയാണ് സാധ്യത അല്ലെ. അപ്പൊ നമുക്ക് ചെയ്യാം. ഇവിടെ എ പി ഈക്വൽ ടു ബി ക്യു എന്തായി? ഒരു സൈഡിന്റെ കാര്യം കറക്റ്റ് ആയില്ലേ? ഇനി നമ്മൾ എന്ത് നോക്കണം? 2 ആംഗിൾസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻപ്, ഇതിന്റെ മുൻപുള്ള പ്രോബ്ലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? 2 പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ പോകുന്നുവെങ്കിൽ അവയുടെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഈക്വൽ ആയിരിക്കും അല്ലെ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോഴേ ഈ വരുന്ന ആംഗിൾസ് എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ആണ്. അപ്പൊ ഇവിടുത്തെ കേസില് എ പിയും ബി ക്യൂവും പാരലൽ ലൈൻസ് ആണെങ്കിൽ അല്ലെ, ഈ 2 ലൈൻസും പാരലൽ ആണെങ്കിൽ ഈ ലൈൻ നോക്കൂ, ഈ പി ക്യു എന്ന് പറയുന്ന ലൈനും എ ബി എന്ന് പറയുന്ന ലൈനും അതിനെ കട്ട് ചെയ്ത് പോകുന്നതല്ലേ. ഓക്കെ, ഇങ്ങനെ 2 പാരലൽ ലൈൻസ്, ഇതാണ് എ പി ബി ക്യു, ഇതിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനല്ലേ ഇത്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കി കട്ട് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതും എന്ത് ചെയ്തിട്ട് കൊണ്ട് കട്ട് ചെയ്ത് പോകുന്നു. ഈ ഒരു ഫിഗർ കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ലൈന് കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. കാരണം ഇത് പാരലൽ ലൈൻസ് ആണ്, ഈക്വൽ ആണ് നമുക്ക് തന്നിട്ടുള്ളതാ. അതുപോലെ തന്നെ എന്തും പറയാം? ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് എന്നും പറയാം. പറഞ്ഞൂടെ? അങ്ങനെ വെച്ച് നോക്കുമ്പോ നോക്കിയേ, പി ക്യു എന്ന് പറയുന്ന ലൈന് കട്ട് ചെയ്ത് പോകുമ്പോൾ ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു ആയി മാറുന്നു അല്ലെ. അപ്പൊ പാരലൽ ലൈനിനെ കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ഏത് ലൈനാണ് കട്ട് ചെയ്ത് പോകുന്നത്? ഈ ഒരു പാരലൽ ലൈനിനെ ഈ ഒരു ലൈനും കട്ട് ചെയ്ത് പോകുന്നുണ്ട്, എ ബിയും കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ എ പി എം ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ക്യു എം അല്ലെ. പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്നതാണ് കാരണം. ഇതുപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആവില്ലേ? കാരണം എ ബിയും പാരലൽ ലൈനിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തുവായി? ആംഗിൾ പി എ എം ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു ബി എം. ക്ലിയർ ആയില്ലേ? അപ്പൊ 2 ആംഗിൾസും ഒരു സൈഡും. ഇനി നോക്കേണ്ടത് എന്താ? 3ാമത്തെ കണ്ടീഷനിൽ ഒരു സൈഡും 2 ആംഗിൾസും എങ്ങനെയായിരിക്കണം? സൈഡിന്റെ 2 അറ്റത്തായിരിക്കണം അല്ലെ. ഇതല്ലേ നമ്മൾ കൺസിഡർ ചെയ്ത സൈഡ്. ആ സൈഡിന്റെ 2 അറ്റത്ത് തന്നെയല്ലേ ആംഗിൾസും ഈക്വൽ ആയി വന്നിട്ടുള്ളത് അല്ലെ. അതുപോലെ തന്നെ ഇതാണ് അടുത്ത സൈഡ്, ഇവിടെയും 2 അറ്റത്ത് തന്നെയാണ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ 3rd പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രയാങ്കിൾ എ എം പിയുടെ സൈഡ്സും പി ക്യു എമ്മിന്റെ സൈഡും എന്താണ്?
ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? പറയാം. ഈ 3 കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം എ ബി ഈക്വൽ ടു പി ക്യു ഓൾറെഡി അറിയാവുന്നതാണ്. ദെൻ എന്ത് കിട്ടും? എ എം ഇസ് ഈക്വൽ ടു എന്താണ്? ബി എം ആണ് അല്ലെ? എം ഇസ് ഈക്വൽ ടു ബി എം ആണ്. അതുപോലെ തന്നെ പി എം ഇസ് ഈക്വൽ ടു എന്തുമാണ്? ക്യു എമ്മുമാണ്. മറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയി അല്ലെ? എല്ലാം ഈക്വൽ ആയില്ലേ? അപ്പൊ എം ഈക്വൽ ടു ബി എം ആയി, പി എം ഈക്വൽ ടു ക്യു എം ആയി, പിന്നെ എന്തുമായി? എ പി ഈക്വൽ ടു ബി ക്യു എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ 3 സൈഡ്സും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റിലോട്ട് പോവാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കണേ? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ പൊസിഷൻ ഓഫ് എം ഓൺ എ ബി? ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണേ? എ ബി എന്ന് പറയുന്ന ലൈനിൽ എം എന്ന് പറയുന്ന പോയിന്റിന് എന്തൊരു സ്പെഷ്യാലിറ്റി ആണ് ഉള്ളത്, എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന് ഓൾറെഡി നമ്മളിവിടെ സൈഡ്സ് എഴുതിയപ്പോൾ എഴുതിയിട്ടുണ്ട്. എ എം ഈക്വൽ ടു എന്താണ്? ബി എം. എ എം ഇസ് ഈക്വൽ ടു ബി എം ആണെങ്കിൽ എം എന്തായിരിക്കും? സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ എന്താ? എം ഇസ് ദ എന്താണ്? മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്? എം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എമ്മിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലെ തേർഡ് ക്വസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കണേ? ഡ്രോ എ ലൈൻ 5.5 centimeters long using a set square. Locate the midpoint of this line. നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു? ഒരു ലൈന് 5.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. വരച്ചു വെച്ചിട്ടുണ്ട്. 5.5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസിങ് എ സെറ്റ് സ്ക്വയർ, ഒരു സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ലൊക്കേറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദിസ് ലൈൻ. ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഫിഗർ ഒന്ന് നോക്കിയാൽ അറിയാം. നമ്മുടെ ഫിഗറിന്റെ രീതി എങ്ങനെയാണ്? ഒരു ലൈൻ എ ബി എന്ന് പറയുന്ന ലൈന്, എന്നിട്ട് എന്ത് പറഞ്ഞു? 2 സൈഡുകൾ ഈക്വലും പാരലലുമാണ്. ആ സൈഡിനെ എന്ത് ചെയ്തു? ഇങ്ങനെ. ഇതല്ലേ നമ്മുടെ ഫിഗറിന്റെ രീതി. അതേ രീതിയിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് നമുക്ക് മിഡ് പോയിന്റിൽ എത്തണം അല്ലെ? നമ്മുടെ 5.5ന്റെ മിഡ് പോയിന്റ് കാണാൻ സ്കെയിൽ കണ്ടു വരയ്ക്കുന്നത് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാനാ പറഞ്ഞിരിക്കണേ. നമ്മൾ എന്ത് ചെയ്യാണ്? സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഒരു കറക്റ്റ് അളവ് ഇതില് മാർക്ക് ചെയ്യാണ്. എങ്ങനെയാണ് കറക്റ്റ് അളവ്? നമുക്ക് വേണമെങ്കിൽ ഒരു 8 സെന്റിമീറ്റർ വട്ടം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 6 സെന്റിമീറ്റേഴ്സോ കൊടുക്കാം. ഞാനൊരു 10 സെന്റിമീറ്റർ കൊടുക്കുന്നുണ്ട്. ആ 10 സെന്റിമീറ്ററിൽ ഞാൻ ലൈൻ ഇവിടെ വരച്ചു കൊടുത്തു. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ എത്രയാണോ നമ്മൾ വരച്ചത് ആ സെയിം ലെങ്ത് നമ്മൾ ഈ സൈഡിലും വരച്ചു കൊടുക്കാം. 10 ആണ് ഞാൻ അവിടെ വരച്ചത്, അതുപോലെ ഇവിടെയും 10 വരച്ചു കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാ? ഈ 2 അറ്റങ്ങളും തമ്മിൽ ജോയിൻ ചെയ്യുക. 2 അറ്റങ്ങളും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, കറക്റ്റായി സ്കെയിൽ വെച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അതിന്റെ മിഡ് പോയിന്റ് എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ വരച്ചു കൊടുത്താല് ക്ലിയർ ആയില്ലേ? അതായത് 5.5 സെന്റിമീറ്റർ എടുക്കുക, അതിനുശേഷം സെറ്റ് സ്ക്വയറിൽ കറക്റ്റ് ലെങ്ത് കറക്റ്റ് ആയിട്ട് വരക്കണം. ഇവിടെ 10 സെന്റിമീറ്റർ ആണ് വരച്ചത്, അതുപോലെ ഞാൻ 10 സെന്റിമീറ്റർ തന്നെ വരച്ചു. ഇനി 10 തന്നെ ആവണമെന്നില്ല, 8ഓ 4ഓ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അത് വരച്ചതിന് ശേഷം 2 എൻഡുകളും തമ്മിൽ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് വരച്ചു കൊടുത്താൽ ഇവിടെ ഇതിന്റെ മിഡ് പോയിന്റ് ആണ് കിട്ടുക. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇൻഷാ അല്ലാഹ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.